നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ദ സൺഷൈൻ വൈറ്റമിൻ ഡി. സൺഷൈനിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് വളരെ നമുക്ക് സുലഭമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റേണ്ട ഒരു വൈറ്റമിൻ ആണെങ്കിലും ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ടെസ്റ്റുകളെല്ലാം നോക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഇവിടുത്തെ ലിറ്ററേച്ചർ, നമ്മുടെ റിസർച്ച് സംബന്ധമായിട്ട് നമ്മുടെ പബ്ലിഷ്ഡ് സ്റ്റഡീസ് എല്ലാം നോക്കുമ്പോഴും ഇന്ത്യൻസിൽ ഇത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് പലരും എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചില സംശയങ്ങളും പലർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നൊരു ഡീപ്പ് ഡൈവ് ചെയ്യാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ബോൺ ഹെൽത്തിന്, മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന്, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ചെറുപ്രായം മുതലേ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രമേഹം വരാനായിട്ടുള്ള സാധ്യത കൂടി നിൽക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ മുതിർന്നവരിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിൽ ഈ ഫ്രാക്ചേഴ്സ്, ബോൺ ഫ്രാക്ചേഴ്സൊക്കെ വരാനായിട്ടുള്ള സാധ്യത, അതുപോലെ തന്നെ മറ്റ് ചില അസുഖങ്ങൾ, ക്യാൻസർ, അതുപോലെയൊക്കെയുള്ള പല അസുഖങ്ങളുമായിട്ട് ഒരു ലിങ്കുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് നമ്മൾ സപ്ലാന്റ് ചെയ്ത് അല്ലെങ്കിൽ അത് സപ്ലിമെൻറ്റ്സ് ആവശ്യമുള്ള സമയത്ത് അത് എടുത്ത് വൈറ്റമിൻ ഡി കറക്റ്റാക്കി നിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ ലെവൽസ് എത്രയാണ് സഫിഷ്യൻ്റ് എന്നുള്ള ലെവൽസിൻ്റെ ആ വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു രക്തപരിശോധന ചെയ്ത് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് കിട്ടിയാൽ അതിൻ്റെ ഒരു വാല്യൂ കിട്ടിയാൽ നമുക്കറിയണമല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡി യൂഷ്വലി അതിൻ്റെ സഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അത് 30 നാനോഗ്രാം പെർ ml അല്ലെങ്കിൽ നാനോ മോൾ പെർ ലിറ്ററിലാണ് നിങ്ങളുടെ ലാബ് അത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് 75ൻ്റെ മുകളിലാണ് ഇരിക്കണം, 75 ഓർ മോർ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ വളരെ കറക്റ്റ് ആയിരിക്കണം. കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗം കേരളത്തിലുള്ള ലാബുകളും അത് നാനോഗ്രാം പെർ ml റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് 30ൻ്റെ മുകളിലായിരിക്കണം. ചില ലാബുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിന് വെളിയിലുള്ള ചില ലാബുകളിലെല്ലാം അത് നാനോ മോൾസ് പെർ ലിറ്ററിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 75 ഓർ എബവ് ആണ് വെൽ റീപ്ലേസ്ഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ല. നമ്മുടെ സാധാരണ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ റിക്വയർമെൻറ്റ്സിന് വേണ്ടി അത് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെയാണെങ്കിൽ, പ്രത്യേകിച്ച് അത് ഒരു 20 നാനോഗ്രാം പെർ ml താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റീപ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്ത് റീപ്ലേസ്മെൻറ്റ് എടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ ഒരു സർവേയിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് വളരെ കോമൺ ആയിട്ട് ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊരു അനായാസം നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് അത് നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷേ ചില പേഷ്യൻ്റ് ഗ്രൂപ്പ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇത് നോക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അവർക്ക് ഈ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങളും അവർക്ക് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് നല്ല രീതിയിൽ വൈറ്റമിൻ ഡി റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതൊന്ന്. രണ്ട്, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമുക്കറിയാമല്ലോ വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ടിവേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മുടെ ലിവറിലാണ് നടക്കുന്നത്. ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ലിവറിലാണ് നടക്കുന്നത്. അപ്പോൾ ലിവർ പ്രോബ്ലം ഉള്ളവരിൽ ഈ വൈറ്റമിൻ ഡിയുടെ അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിൽ കുറവാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രോണിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇത് നോക്കണം. അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ഉള്ളവർക്കും അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ടിവേഷൻ്റെ ഒരു സ്റ്റെപ്പ് കിഡ്നിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരും അത് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിസീസസ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഡയറ്റിലൂടെ എടുക്കുന്ന വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സീലിയാക് ഡിസീസ്, ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി, അതുപോലെയുള്ള എന്തെങ്കിലും മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോംസ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ എന്തെങ്കിലും സർജറി ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക്, ബരിയാട്രിക് സർജറി ചെയ്തിരിക്കുന്നവർക്ക്, വെയിറ്റ് റെഡ്യൂസിങ് സർജറി ചെയ്തിരിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം ഈ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ വെജിറ്റേറിയൻസ്, അതുപോലെ തന്നെ വെരി ലോ ഫാറ്റ് ഡയറ്റ് എടുക്കുന്നവരിലും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിനാണ്. അപ്പോൾ ഫാറ്റിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിലേ അതിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൽ, പ്രമേഹ രോഗമുള്ളവരിൽ
വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാരിൽ അമിതവണ്ണം, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ അല്ലെ സ്റ്റൊമക്കിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരിൽ, പ്രമേഹ രോഗമുള്ളവരിൽ, വെജിറ്റേറിയൻസിൽ, ലോ ഫാറ്റ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ, അതുപോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാരിൽ, ഇവർക്കെല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്ത് റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ചോദ്യം, വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? അത് ആഴ്ചയിൽ എടുക്കേണ്ടതാണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും എടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു 6 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച ഒരു ബൂസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഹൈ സ്ട്രെങ്ത് വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കാറുണ്ട്. അതൊരു വളരെ എഫക്റ്റീവ് വേ ആണ് നമുക്ക് വൈറ്റമിൻ ഡി ലെവൽസ് പെട്ടെന്ന് റേസ് ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ അതൊരു 60,000 യൂണിറ്റ്സ് പെർ വീക്ക് എന്ന് പറഞ്ഞ് നമ്മളൊരു 6 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച ഒക്കെ നമ്മൾ ഒരു ബൂസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, വൈറ്റമിൻ ഡിയുടെ ലെവൽസ് ഒരു 20-ന് താഴെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ 12-ന് താഴെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു കോഴ്സ് കൊടുക്കുന്നത്. വൈറ്റമിൻ ഡി ഒരു പ്രാവശ്യം റീപ്ലേസ് ആയെന്ന് വെച്ചോ, നമ്മളൊരു 6 ആഴ്ച ഒരു 8 ആഴ്ച എടുത്ത് റീപ്ലേസ് ആയാലും പിന്നെയും നമുക്ക് ഡെയിലി മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും നമ്മളൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് വൈറ്റമിൻ ഡി എടുക്കണമെന്നുള്ള WHO റെക്കമെൻഡേഷൻ ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഡയറ്റിൽ നമുക്ക് അത്രയും വൈറ്റമിൻ ഡി കിട്ടാറില്ല. അതൊരു 600 ഇൻ്റർനാഷണൽ യൂണിറ്റ് മുതൽ ഏകദേശം ഒരു 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ഈവൻ അതിൻ്റെ മുകളിലേക്ക് ഒരു 3000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയൊക്കെ നമുക്ക് ഒരു ദിവസം വൈറ്റമിൻ ഡി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമുക്ക് ഡെയിലി ടാബ്ലറ്റ് റീപ്ലേസ്മെൻറ്റ് ഒരു മെയിൻ്റനൻസ് ആയിട്ട് അത് നല്ലതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ബൂസ്റ്റിന് വേണ്ടി നമ്മൾ വീക്കിലി ഒരു കോഴ്സ് നമ്മൾ എടുക്കും. അതൊരു 6 ആഴ്ച 8 ആഴ്ച അല്ലെങ്കിൽ 10 ആഴ്ച, ദാറ്റ് ഡിപ്പെൻസ്, നമ്മുടെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ അത് നിർദ്ദേശിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി വൈറ്റമിൻ ടാബ്ലറ്റ് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത് നല്ലതാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ സ്റ്റെപ്സ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഒരു 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഇച്ചിരി വെയിൽ കൊള്ളുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ അതിന് ഒരു ഹെൽപ്പ് ഉണ്ടാവും. പക്ഷേ പലപ്പോഴും നമുക്കിത് നമ്മുടെ സിറ്റുവേഷനിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ താപനിലയൊക്കെ വളരെ കൂടി നിൽക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ഈ ടാൻ ആവുന്നത് കൊണ്ട് പലരും ഈ വെയിലത്ത് നിൽക്കാനോ അല്ലെങ്കിൽ വെയിലത്ത് പോകാനോ ഒക്കെ ആരും താല്പര്യപ്പെടാറില്ല. അപ്പോൾ അങ്ങനത്തേക്കുള്ള ഡിഫിക്കൽറ്റീസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഡയറ്റിൽ നല്ലൊരു കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുന്നതും നല്ലതാണ്. അമിതമായി വൈറ്റമിൻ ഡി റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ കെയർഫുൾ ആവണം. ചില ആൾക്കാർ വർഷങ്ങളോളം ഈ ആഴ്ചയിൽ എടുക്കുന്ന പോലത്തെയുള്ള ഹൈ സ്ട്രെങ്ത് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ഒരു 100-ന്റെ മുകളിലൊക്കെ പോവുകയാണെങ്കിൽ അതിന് ബാഡ് ഇഫക്ട്സും ഉണ്ട്. മസിൽ പെയിൻസ്, എയ്ക്സ്, അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ടയർഡ്നെസ് വരും. അതുപോലെ നമ്മുടെ യൂറിൻ്റെ അകത്ത് കൂടെ കാൽസ്യം അമിതമായി പോയി കല്ലുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ്സ് എല്ലാം എടുക്കേണ്ടത്. ഇനി ചില കേസുകളിൽ നമുക്ക് വൈറ്റമിൻ ഡി ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. മസിലിൽ കൊടുക്കുന്ന പോലെ മാസത്തിൽ ഒരു പ്രാവശ്യം എടുക്കാവുന്ന വൈറ്റമിൻ ഡി ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇതും വളരെ എഫക്റ്റീവാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇത് ആവശ്യമില്ല. പക്ഷേ പ്രത്യേക കാരണങ്ങൾ കാരണം നമുക്ക് ഈ മാലബ്സോർപ്ഷനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വയറ്റിലൂടെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ബൈപ്പാസ് ചെയ്ത് നമുക്ക് ഇഞ്ചക്ഷൻസിലൂടെ വൈറ്റമിൻ ഡി റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയും കൂടി പറഞ്ഞ് നിർത്താം. D2D സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഷുഗർ വരാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക്, അവർക്ക് ഇപ്പോൾ ഷുഗർ ആയിട്ടില്ല, അങ്ങനെ ഷുഗർ വരാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് അവർ ഒരു ഗ്രൂപ്പിന് വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് കൊടുക്കുകയും മറ്റേ ഗ്രൂപ്പിന് കൊടുക്കാതിരിക്കുകയും ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞ് വന്നത് ഈ വൈറ്റമിൻ ഡി ലെവൽസ് 12-ന്റെ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് കൊടുത്ത വ്യക്തികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 62% കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊരുളെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വൈറ്റമിനാണ്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിനും ബോൺ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ മറ്റ് ഈ ജീവിതശൈലി രോഗങ്ങളെ തടഞ്ഞു നിർത്താനും ഒക്കെ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എടുക്കേണ്ട രീതി ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലിലുള്ള ചില ചേഞ്ചസിലൂടെയും ഡയറ്റിലൂടെയും ഒരു പരിധി വരെ നമുക്ക് ഈ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം
കൃത്യമായ അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി റീപ്ലേസ്മെൻറ്റ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നന്ദി, നമസ്കാരം.